എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള എനിക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പാൻ കേക്കിന്റെ റെസിപ്പി ആട്ടാ. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ റോബസ്റ്റ പഴം, ഇവിടെ ഈ ഫിലിപ്പൈൻ ബനാന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കിട്ടുക. ഈ ഒരു പഴം ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കോഴിമുട്ടയാട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കണേ. പിന്നെ നമ്മൾ മുട്ടയും പഴവും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഓട്സ്, ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓട്സ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു പാൻ കേക്കിനെ ഒരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണ്ടേട്ടാ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇത് ചുട്ടെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലെ ജസ്റ്റ് ഒന്ന് ബട്ടർ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഓരോ തവി വീതം മാവ് കോരി ഒഴിക്കണ്ടേട്ടാ. ഒരു സൈഡ് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിക്കാനായിട്ടേ ഒരു ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം നമ്മളുടെ ഈ ഒരു ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കണേ. പഴമല്ലേ നമ്മുടെ ബാറ്ററിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നണത് ഇതിൽ സിമ്പിളായിട്ട് ഇനി വേറെ പാൻ കേക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ സാധാരണ പാൻ കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ മേലെ ഇച്ചിരി തേനൊക്കെ ഒഴിച്ചു കൊടുക്കൂലേ. ഇതിൻ്റെ അകത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി ഉണ്ടല്ലോ ഞാൻ ഈ സിലബസിലൊന്നും ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് പറയാൻ പോണത്. സംഭവം ഇവിടെ മക്കളുടെ 2 സ്കേറ്റിംഗ് ഷൂ ഇരിക്കുന്നുണ്ട്. 8ഉം 10ഉം വയസ്സായ കുട്ടികളുടെ ആട്ടാ. ഇവിടെ ഈ റിയാദിലെ മലാസ്, കലദിയ അല്ലെങ്കിൽ എക്സിറ്റ് 16, 17, 18 ഇവിടെയൊക്കെ ഉള്ള ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടാ. ഞാൻ നിങ്ങൾക്ക് തരാം, ഫ്രീ ആയിട്ട് തരാം.